ഹായ് ഓൾ, എൻ്റെ പേര് മുഹമ്മദ് സുഫിയാൻ. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. നീറ്റ് 2019 ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ നമ്മുടെ നീറ്റ് 2021 നമ്മുടെ തൊട്ട് മുന്നിൽ ഇതാ വന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും അതിൻ്റെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിലാണ്. കൂടാതെ അതിൻ്റേതായ ടെൻഷനുകളും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഡോപ്പയിലെ ഒരുപാട് മെൻറ്റേഴ്സിൻ്റെ ടോക്കുകളും സ്ട്രാറ്റജികളും ടിപ്സുകളും എല്ലാം നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ടൈമും അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ നീറ്റ് ക്ലിയർ ചെയ്ത ആളാണ്. അതെടുത്ത് പറയാൻ കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 410 ആയിരുന്നു. പിന്നീട് ഒരു തവണ കൂടി നീറ്റ് 2019 എഴുതിയപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയത് 635ആണ്. അപ്പോൾ ഈ ഒരു 225 മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇട്ട എഫേർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുതായിരുന്നു. കൂടാതെ അന്നത്തെ എൻ്റെ ഒരു നിലവാരം വെച്ചുകൊണ്ട് ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു MBBS സീറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ റിപ്പീറ്റിന് വേണ്ടി വണ്ടി കയറിയത്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്കൊരു സീറ്റ് കിട്ടി. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇത് കേൾക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നീറ്റിന് 1-2 ദിവസം മാത്രം ബാക്കി നിൽക്കാൻ ഞാൻ എന്താണ് ചെയ്തിരുന്നത്, മെയിനായിട്ട് എന്താണ് ചെയ്തിരുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചില ചാപ്റ്ററുകൾ നമ്മൾ അപ്പാടെ ഉപേക്ഷിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നു. ഞാൻ ഒരിക്കലും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ അത്രയധികം ഹാർഡായിട്ടുള്ള ചാപ്റ്റർ അല്ല. മറിച്ച് ചില ഫാക്റ്റുകൾ പറയുന്ന ചാപ്റ്ററുകൾ, ചില അളവുകൾ പറയുന്നത്, വർഷങ്ങൾ പറയുന്നത്, എസ്പെഷ്യലി ബയോളജിയിലൊക്കെ വന്നാൽ ബയോളജിയിലെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അപ്പം അങ്ങനത്തെ ചാപ്റ്ററിലൊക്കെ കൂടുതലും വർഷങ്ങൾ പറയുന്നുണ്ട്, പലതരം ഫാക്റ്റുകൾ പറയുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റിയിലേക്ക് പലതരം കണക്കുകൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ കെമിസ്ട്രിയിലേക്ക് വന്നാലോ, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, പീരിയോഡിക് ടേബിൾ, S ബ്ലോക്ക്, P ബ്ലോക്ക്, അതുപോലെ തന്നെ ബയോമോളിക്യൂൾസ്, ദെൻ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. ഈ ചാപ്റ്ററിലേക്ക് ഒരുപാട് എക്സാമ്പിളുകളും വർഷങ്ങളും, കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിലാണെങ്കിൽ ഒരുപാട് മരുന്നുകളുടെ പേരുകളൊക്കെ വരുന്നതുകൊണ്ട് പലർക്കും ഇത് പഠിച്ചാൽ അപ്പം തന്നെ മറന്നുപോകും. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം ഇതൊന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നമ്മൾ വായിച്ച ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് നിസ്സംശയം ശരി ഉത്തരം മാർക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ചാപ്റ്ററുകളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തത് ഓൾറെഡി തന്നെ നീറ്റിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ നീറ്റിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് റിവൈസ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു ഷെഡ്യൂൾ ഇട്ടിരുന്നു. അതിൽ മെയിനായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് പെട്ടെന്ന് മറന്നു പോകുന്ന ചാപ്റ്റേഴ്സ്, എന്നാൽ തലേ ദിവസം വായിച്ചാൽ എനിക്ക് പിറ്റേ ദിവസം പോയിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതാണ് പഠിച്ചിരുന്നത്. അതിൽ ഉൾപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇനോർഗാനിക് കെമിസ്ട്രി, പോളിമേഴ്സ്, ബയോമോളിക്യൂൾസ്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. ദെൻ പിന്നെ നമ്മൾ ബയോളജിയിലേക്ക് വന്നാലും പരീക്ഷയുടെ തലേ ദിവസം ബയോളജി 2 വോളിയം ഓഫ് NCERT നമുക്ക് ഫുള്ള് വായിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരുന്നത്, നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പൊക്കെ വായിച്ച സമയത്ത് അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് ഉണ്ടാകാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതൊക്കെ റിവൈസ് ചെയ്തു. കൂടാതെ NCERTയിലെ എല്ലാ ഡയഗ്രാംസും, പേജസ് ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ എല്ലാ ഡയഗ്രാംസും നമ്മൾ നോട്ട് ചെയ്യണം. എസ്പെഷ്യലി ഡയഗ്രത്തിൻ്റെ ലേബലുകളും കൂടാതെ ആ ഡയഗ്രത്തിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇനി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവലംബിക്കേണ്ട ഒന്നിനാണ്, അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കുകൾ, പഠിച്ച ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ, അതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. പക്ഷേ ചില സമയത്ത് നമ്മുടെ അശ്രദ്ധ കാരണം തെറ്റിപ്പോകാം, സ്വാഭാവികമാണ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ 4 ഓപ്ഷനുകളും കൃത്യമായിട്ട് വായിച്ചു നോക്കും. കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി ബയോളജിയിൽ നിന്നൊക്കെ വരിക അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ആദ്യമേ തന്നെ ഒരു ആൻസർ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പം തന്നെ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിൻ്റെ ആൻസർ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എയിൽ കണ്ടു, അപ്പോൾ ഇതാണ് ആൻസർ, നമ്മൾ ചാടിക്കറി ഓപ്ഷനെ മാർക്ക് ചെയ്യും. പക്ഷേ അവിടെ ഒരുപക്ഷെ 2 ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആകാം അത്. അപ്പോൾ ഓപ്ഷൻ എയിലും ഒരു ആൻസർ ഉണ്ടാകും, ഓപ്ഷൻ ബിയിലും അടുത്ത ആൻസർ ഉണ്ടാകും. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബോത്ത് A and B ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കറക്റ്റായ ആൻസർ ഏതാണോ അത് എഴുതാൻ വേണ്ടിയുള്ള എക്സാമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി എഴുതേണ്ട സ്ഥാനത്ത് നമ്മൾ ആദ്യമേ കയറി ആ ധൃതിയിൽ എന്ത് ചെയ്തു, ഓപ്ഷനെ മാർക്ക് ചെയ്തു. അപ്പോൾ ചെയ്യേണ്ടത് 4 ഓപ്ഷനുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ച് നോക്കണം. കാരണം നമുക്ക് അറിയാവുന്നതിൻ്റെ മാർക്ക് ഒരിക്കലും നമ്മൾ കൊണ്ട് തെറ്റിക്കാൻ പാടില്ല. ദെൻ ഫിസിക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഫിസിക്സിൽ കണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കാൻ പറയുകയല്ല, മറിച്ച് അതുകൂടി ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറയാമെന്ന്. നമ്മൾ ഏതൊക്കെ തെറ്റുവഴിയിൽ ചെയ്യുന്നോ ചിലപ്പോൾ ആ തെറ്റായ വഴിയിൽ കിട്ടുന്ന ഉത്തരവും എന്ത് ഉണ്ടാവും, നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. അത് കൂടാതെ തന്നെ
നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികളുടെ യൂണിറ്റും എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്യണം. ചിലപ്പോൾ SI ക്വാണ്ടിറ്റിയിലായിരിക്കത്തില്ല നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത്. ഇപ്പോൾ ആംഗിൾ ചിലപ്പോൾ നമുക്ക് ഡിഗ്രിയിലായിരിക്കും തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ പല ഇക്വേഷനിലും ആംഗിൾ എന്താ ചെയ്യേണ്ടത്, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം അങ്ങനെ യൂണിറ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ തെറ്റായ വഴി ചെയ്താലും അതിനുള്ള ഉത്തരങ്ങൾ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് പലപ്പോഴും അത്ര വലിയ എന്താ പറയുക ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചിലപ്പോൾ നീറ്റിൽ വരത്തില്ല. പക്ഷേ ഇതുപോലെ തെറ്റാൻ സാധ്യതയുള്ളത് വരാം നമ്മൾ അശ്രദ്ധ കാരണം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ബയോളജിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യമേ ബയോളജിയെ ചെയ്യുന്നത് ടൈം ലാഭിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ധൃതിയിൽ നമ്മൾ ഓപ്ഷനുകളെല്ലാം വായിച്ച് നോക്കാതെ ആദ്യമേ കയറി കറുപ്പിക്കാൻ പാടില്ല ആൻസർ കേട്ടോ. അതാണ് ഞാൻ ചെയ്തിരുന്നത്. ദെൻ ഇതിനെ പിന്നെ പറയാനുള്ളത്, എക്സാമിൻ്റെ തലേദിവസം എല്ലാവരും പറയുന്ന പോലെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. കൂടാതെ പറയാനുള്ളത് ഡോപ്പയിലെ കുട്ടികളോടും അല്ലെങ്കിൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത മക്കളോടും പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ സമയങ്ങൾ ഒരുപാട് എക്സാമുകൾ എഴുതി ഒരുപാട് റിവിഷൻ ചെയ്ത് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എക്സാം ഈസി ആണെങ്കിൽ എല്ലാവർക്കും എക്സാം ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എക്സാം പാടാണെങ്കിൽ എല്ലാവർക്കും എക്സാം പാടായിരിക്കും. കാരണം എല്ലാവരും അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടാണ്. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും എക്സാമുകളിലൂടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡോപ്പയിലെ കുട്ടികളോട് പറയുകയാണെങ്കിൽ ഒട്ടനവധി എക്സാമുകൾ എഴുതി പല റൗണ്ട് ഓഫ് റിവിഷൻസ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാകുക. പ്രാർത്ഥിക്കുന്നവരും ദൈവവിശ്വാസം ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്രഷപ്പ് ചെയ്യുക. ഇനി വരുന്ന 2 എക്സാമുകളുണ്ട് നമുക്ക്. അപ്പോൾ ആ എക്സാമുകളും സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും മോഡൽ എക്സാംസൊക്കെ ഡോപ്പയിൽ അറ്റൻഡ് ചെയ്യുക. ദെൻ പിന്നെ പറയാനുള്ളത്, ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ ഈ എക്സാമുകൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓൺലൈൻ എക്സാമുകളായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നടത്തിയ ഡോപ്പ ഓഫ്ലൈൻ എക്സാമുകളായാലും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വേറെ പേപ്പറൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നല്ല വിശാലമായ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നീറ്റിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസറുകൾ വർക്കൗട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് റഫ് പേപ്പറൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വിശാലമായിട്ട് ഇങ്ങനെ ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ അത്രയും സ്ഥലം കാണണമെന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇനിയുള്ള 2 മോഡൽ എക്സാമുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. ദെൻ അതിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി നിങ്ങൾക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ട്. അപ്പോൾ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിച്ച് നോക്കേണ്ടതുണ്ട്. ഇൻ കേസ് അറിയില്ലെങ്കിൽ പോലും 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ബെറ്റർ നിങ്ങൾ ചെയ്യേണ്ടത് ടൈം ലാഭിക്കാൻ വേണ്ടി ആ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ തന്നെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആദ്യം അവിടെ തന്നെ കാൽക്കുലേഷൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ദെൻ റിഗാർഡിങ് കാൽക്കുലേഷൻ ഒന്നുകൂടി പറയാനുള്ളത്, തലേ ദിവസം നമ്മുടെ ലോഗിൻ്റെ കാൽക്കുലേഷൻസ്, അതായത് ലോഗിൻ്റെ ഇക്വേഷൻസ്, അതുപോലെ ഡിഫറൻസിയേഷൻ, അതുപോലെ ഇൻ്റഗ്രേഷൻ, അതിൻ്റെയൊക്കെ ബേസിക് സാധനങ്ങൾ ഫിസിക്സിൽ പല സ്ഥലത്തായിട്ട് വരുന്നുണ്ടല്ലോ, അതൊന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പല കുട്ടികളും എസ്പെഷ്യലി റിപ്പീറ്റേഴ്സൊക്കെ ആണെങ്കിൽ മാത്സിനോടുള്ള ടച്ച് ചിലപ്പോൾ കുറഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇത് വല്ലാണ്ട് റിവൈസ് ചെയ്യണമെന്നല്ല, നമുക്ക് ഫിസിക്സിൽ ആവശ്യമുള്ളത് എന്തെങ്കിലും അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഫിസിക്സിലെ ചില ചാപ്റ്ററുകൾ, എസ്പെഷ്യലി കൈനറ്റിക് തിയറി, മോഡേൺ ഫിസിക്സ്, അതായത് ആറ്റംസ് ആൻഡ് ന്യൂക്ലി, അതിൽ നിന്നൊക്കെ വരുന്ന പ്രോബ്ലംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡയറക്റ്റ് പ്രോബ്ലംസ് ആയിരിക്കും. ഇക്വേഷൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ കാൽക്കുലേഷൻ കമ്പാരിറ്റീവ്ലി ലോങ് ആയിരിക്കാം, ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകത്തില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ ഗുണിച്ചും ഹരിച്ചൊക്കെ ആൻസർ കണ്ടുപിടിക്കേണ്ടി വരും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും. പക്ഷേ നമുക്ക് വൃത്തിയായിട്ട് കുറക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും, 4 മാർക്ക് കിട്ടും. അതേസമയം മറ്റേ സ്ഥലത്ത് നമുക്ക് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പാതി മനസ്സോടുകൂടിയായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ശരിയാകുമോ തെറ്റാകുമോ. പക്ഷേ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് വരെ എഴുതിയിടുക, ഏതൊക്കെയാണ് ഗുണിക്കേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് വരെ എഴുതിയിടുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചു വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്ത കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ശരി ഉത്തരം കിട്ടും. അപ്പോൾ അത് ചിലരത് സ്കിപ്പ് ചെയ്യുന്നത് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എടുത്ത് പറഞ്ഞതാണ്. സോ പെട്ടെന്ന് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈമും ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് റീവൈൻഡ് ചെയ്തപ്പോൾ ഇതൊക്കെയാണ് വന്നത്. ഇതിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറ്റ് മെൻറ്റേഴ്സിൻ്റെ ടോക്സിലൊക്കെ കേട്ടിട്ടുണ്ടാകും. സോ എല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇനിയുള്ള സമയത്ത് വർക്കൗട്ട് ചെയ്യുക. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, ഇനിയുള്ള സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ കീപ് ഗോയിങ്, ഓൾ ദ ബെസ്റ്റ്.